ഹായ് ഫ്രണ്ട്സ്, ടെക്ജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ MIയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ കഴിഞ്ഞ ദിവസം ഇറങ്ങുകയുണ്ടായി. MI 10 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പം നിങ്ങളത് മൊത്തം ഇരുന്ന് കാണുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് MI 10ൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് നോക്കാം. 90 Hz റീഫ്രഷ് റേറ്റ് ഉള്ള 6.67 ഇഞ്ച് സൂപ്പർ ആംലഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ടും ഇതിനകത്തുണ്ട്. മാത്രമല്ല നല്ല ഒരു ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ ആണെന്നാണ് കമ്പനി ഇതിനെ അവകാശപ്പെടുന്നത്. MIയുടെ ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളതെന്നാണ് കമ്പനി പറയുന്നത്. മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഒരു വലിയ പോരായ്മയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിന്റെ പെർഫോമൻസ് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ക്വാൾകോമിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 865 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന ഒരു 5G ചിപ്സെറ്റ് ആണ് ഇത്. ഇതൊരു 7 നാനോമീറ്റർ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ വളരെ പവർ എഫിഷ്യന്റ് ആയിരിക്കും ഈ പ്രോസസ്സർ. ആഡ്രീനോ 650 ആണ് ഇതിന്റെ GPU വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഗ്രാഫിക് പെർഫോമൻസും ഈ ഡിവൈസിൽ നമുക്ക് കിട്ടും. കൂടാതെ സ്നാപ്ഡ്രാഗന്റെ 855 പ്രോസസ്സറിനെ അപേക്ഷിച്ച് നല്ല ഒരു AI പെർഫോമൻസ് ആണ് ഇതിനുള്ളത്. കൂടാതെ LPDDR5 സീരീസിലുള്ള 8GB RAM ആണ് ഈ ഡിവൈസിന് അവർ കൊടുത്തിരിക്കുന്നത്. UFS 3 വേർഷനിലുള്ള ഇന്റേണൽ സ്റ്റോറേജ് ആണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 256GB 128GB അങ്ങനെ 2 വേരിയന്റ് ആണ് ഈ ഡിവൈസിനുള്ളത്. മാത്രമല്ല സൂപ്പർ ലാർജ് വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആൻഡ്രോയിഡ് 10 ബേസിലുള്ള MIUI 11 ആണ് ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇത്രയും ആണ് പെർഫോമൻസ് സെക്ഷനിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ക്യാമറ സെഗ്മെന്റിലോട്ട് കടക്കാം. ക്യാമറയാണ് ഈ ഡിവൈസിന്റെ ഹൈലൈറ്റ് ആയിട്ട് അവർ എടുത്തു പറയുന്നത്. 108 മെഗാപിക്സലുള്ള അൾട്രാ ക്ലിയർ പ്രൈമറി സെൻസർ ആണ് ഈ ഡിവൈസിനുള്ളത്. ലാർജ് സെൻസർ സൈസോട് കൂടിയ ഒരു ക്യാമറയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ഫോട്ടോ ഇതിനകത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ 13 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് അടുത്തത്. അതായത് 123 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ 2 MBയുടെ ഡെപ്ത് സെൻസർ ക്യാമറയും 2 MBയുടെ മാക്രോ ലെൻസ് ക്യാമറയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഡിവൈസിൽ ഉള്ളത്. വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 8K വീഡിയോ റെക്കോർഡിംഗ് ഉള്ള ഒരു ഡിവൈസ് ആണിത്. മാത്രമല്ല വീഡിയോ റെക്കോർഡിങ്ങിൽ പ്രോ മോഡും ഉണ്ട്. ഇതൊക്കെ ഈ ഡിവൈസിന്റെ അടിപൊളി ഫീച്ചറുകളാണ്. അതുപോലെ തന്നെ 20 മെഗാപിക്സലിന്റെ അൾട്രാ ക്ലിയർ ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി സെൽഫി ഫോട്ടോകളൊക്കെ നമുക്ക് ഈ ഡിവൈസിനകത്ത് എടുക്കാൻ കഴിയും. കുറച്ച് പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ക്യാമറ സെഗ്മെന്റ് അടിപൊളിയാണെന്ന് തന്നെ വേണം പറയാൻ. അടുത്തതായിട്ട് നമുക്ക് സൗണ്ട് ആൻഡ് ബാറ്ററി പെർഫോമൻസ് നോക്കാം. സ്പീക്കറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ബാലൻസ്ഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 2 സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഒരു സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്പീക്കർ താഴെയുള്ളതും മറ്റേ എന്ന് പറയുന്നത് ഇയർ പീസുമാണ്. പക്ഷെങ്കിൽ ഇത് രണ്ടും സൗണ്ട് ബാലൻസ് ചെയ്താണ് കേൾക്കുന്നത്. ഇനി ബാറ്ററിയുടെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 4780 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 30 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 30 വാട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല 10 വാട്ട് റിവേഴ്സ് ചാർജിങ്ങും ഈ ഡിവൈസിൽ ഉണ്ട്. ഇത്രയുമാണ് ഈ സെഗ്മെന്റിൽ പറയാനുള്ളത്. അവസാനമായി ഇതിന്റെ മറ്റു കുറച്ച് ഫീച്ചേഴ്സും കൂടി നോക്കാം.
208 ഗ്രാം വെയിറ്റ് ആണ് ഈ ഡിവൈസിനുള്ളത്. അതായത് ഒരല്പം ഹെവിയാണ് ഈ ഡിവൈസ് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമും ഗ്ലാസ് ബാക്കുമാണ് ഈ ഡിവൈസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോഡിയാണ് ഈ ഡിവൈസിനുള്ളത്. പിന്നെ പറയാനുള്ളത് വൈഫൈ 6 വെർഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടി ലിങ്ക് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ഈ ഡിവൈസിൽ നമുക്ക് ലഭ്യമാണ്. അതായത് ഒരേ ടൈമിൽ 2 വൈഫൈ നെറ്റ്വർക്കുമായിട്ടും ഒരു മൊബൈൽ നെറ്റ്വർക്കുമായിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഈ ഡിവൈസിന്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടെ നോക്കിയതിനു ശേഷം കൺക്ലൂഷൻ പാർട്ടിലോട്ട് പോകാം. 8GB റാം 128GB ഇന്റേണൽ സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് 49,999 രൂപയാണ് വില വരുന്നത്. 8GB റാം 256GB ഇന്റേണൽ സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് 54,999 രൂപയാണ് വില. അതുപോലെ തന്നെ MIയുടെ സ്റ്റോറിൽ ഇത് പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് MIയുടെ വയർലെസ് ചാർജിംഗ് കേപ്പബിലിറ്റി ഉള്ള പവർ ബാങ്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. കൺക്ലൂഷൻ പാർട്ടിനെ ഞാൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രോസ് എന്നും കോൺസ് എന്നും. അതിലാദ്യം പ്രോസ് നോക്കാം. അതിലാദ്യം തന്നെ ഹൈ ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ 108 MB അൾട്രാ ക്ലിയർ പ്രൈമറി ക്യാമറ 108 MBയുടെ ആയതുകൊണ്ട് നല്ല ഒരു ക്വാളിറ്റിയിലുള്ള പിക്ചേഴ്സ് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ് ഈ ഫോണിൻ്റെ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ബാലൻസ്ഡ് സ്റ്റീരിയോ സ്പീക്കർ. അതും ഈ ഫോണിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് വേണം നമ്മൾ കരുതാൻ. 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും ഈ ഫോണിൻ്റെ നല്ലൊരു ഫീച്ചറായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം ഇത്രയും നല്ല വയർലെസ് ചാർജിങ് ഫീച്ചർ വേറെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലും ഇപ്പോൾ അവൈലബിൾ അല്ല. ഇനി നമുക്കിതിൻ്റെ പോരായ്മയിലോട്ട് കടക്കാം. അതിലാദ്യം തന്നെ പറയാനുള്ളത് QHD ഡിസ്പ്ലേനെ പറ്റിയാണ്. അതായത് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ QHD ഡിസ്പ്ലേ അല്ല അവർ കൊടുത്തിരിക്കുന്നത്, വെറും ഫുൾ HD ഡിസ്പ്ലേ മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് സാധാരണ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും QHD ഡിസ്പ്ലേ ആണ് സാധാരണ കൊടുക്കാറ്. പക്ഷേ ഈ ഡിവൈസിൽ അത് കണ്ടില്ല. അടുത്തത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് MIUI 11 ആണ്. MIUIയുടെ കാര്യം എല്ലാവർക്കും അറിയാം. ഒരുപാട് ആഡ്സ് ഇവർ നമ്മളെ ഫോഴ്സ് ചെയ്ത് കാണിപ്പിക്കും. അത് MIUIയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. പല ആൾക്കാരും ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. ഇഷ്ടം പോലെ വീഡിയോസ് MIUIനെ പറ്റി റിവ്യൂ ചെയ്തേക്കണ കാണാം. ആഡ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നോർമലി യൂസ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവരുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡൽട്സ് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ തീർത്തും മോശമായ ഒരു കാര്യം തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് അതിനകത്ത് കാണുന്നതെന്ന്. ഇങ്ങനെയുള്ള അൺവാണ്ടഡ് കാര്യങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതൊക്കെ MIക്കാർ ഡീപ്പായി ചിന്തിക്കേണ്ട സമയമായി. കാരണം യൂസേഴ്സ് ഇതിനു വേണ്ടിയിട്ടല്ല ഈ ഫോണൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ MIUIയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ അൺവാണ്ടഡ് ആഡ്സ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യൂസർ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ഡിവൈസിൽ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസ് ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ് ക്യാമറയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ 2 ക്യാമറ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആക്കാൻ വേണ്ടി മാത്രം ചേർത്ത 2 ക്യാമറ പോലെയാണ് ഇതിന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ വെറും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസ് ക്യാമറയും വെറും 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ് ക്യാമറയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ചിനെ പറ്റിയാണ്. വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള OnePlus 8 Pro നമുക്ക് അവൈലബിൾ ആണ്. OnePlus 8 Proനെ പറ്റി പറയുമ്പോൾ 108 മെഗാപിക്സൽ ക്യാമറയൊന്നും അല്ല അതിനുള്ളതെങ്കിലും 48 മെഗാപിക്സലിന്റെ സോണി IMX689 സെൻസറോട് കൂടിയ ഒരു നല്ല ക്യാമറ തന്നെയാണ് OnePlus 8 Proയ്ക്കുള്ളത്. മാത്രമല്ല OnePlusന്റെ OSനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, Oxygen OS. MIUIയുമായിട്ട്
ഒരിക്കലും നമുക്ക് ഓക്സിജൻ OSനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്പർ 1 OSകളിൽ ഒന്നാണ് ഓക്സിജൻ OS. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു OS ആണ് ഓക്സിജൻ OS. അതുപോലെ തന്നെ OnePlus 8 Proയിൽ 4 ക്യാമറ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു ടെലിഫോട്ടോ ക്യാമറയും ഒരു ഫിൽട്ടർ ക്യാമറയാണ് ഇതിനകത്തുള്ളത്. എന്തുകൊണ്ടും ഈ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസ് ക്യാമറയും 2 മെഗാപിക്സൽ മാക്രോ ലെൻസ് ക്യാമറയിനേക്കാളും മികച്ചത് തന്നെയാണ് OnePlus 8 Proയിലുള്ള ആ ക്യാമറകൾ. അതുപോലെ തന്നെ OnePlus 8 Proയിൽ 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 30 വാട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും തന്നെയാണ് ഉള്ളത്. കൂടാതെ OnePlus 8 Proയുടെ ഡിസ്പ്ലേ വരുന്നത് Quad HD Fluid AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് ആണ് ആ ഡിസ്പ്ലേക്ക് വരുന്നത്. അതും എന്തുകൊണ്ടും MI 10നേക്കാൾ മികച്ചത് തന്നെയാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ OnePlus 8 Pro ആണ് ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ചതെന്ന് വേണം പറയാൻ. MI 10 മോശം ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ MI 10നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു 40 തൊട്ട് 44,000 വരെ പ്രൈസ് റേഞ്ചിൽ MI 10 മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസ് തന്നെയാണത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ദിസ് ഈസ് ജിഷ്ണു ഫ്രം ടെക് ജെ. താങ്ക് യു.